മൊയ്തീൻക ഇപ്പോ 1 കിലോ ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറയെ കയക്കുന്നു, എന്നിട്ടും വെയിറ്റ് കുറയുന്നു. ഇത് മാജിക് ഒന്നല്ല കേട്ടോ, ഇത് പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. പറഞ്ഞു തരാം. മൊയ്തീൻ എന്നോട് ചോദിക്കാണ്, ഡോക്ടറെ 1 കിലോ ചീരക്ക് 200 കലോറി, ഒരു കഷ്ണം കേക്കിന് 200 കലോറി, ഞാൻ ഏതാ കഴിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, മൊയ്തീനും നമ്മളുടെ വീഡിയോ കണ്ട് ഡോക്ടർ ആയല്ലോ, ഇതിന് സയൻസ് ഞാൻ പറഞ്ഞുതരാം. വോളിയം ഈറ്റിംഗ്. നിങ്ങളുടെ വയറ് കലോറി എണ്ണുന്നില്ല, അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വോളിയമാണ് അളക്കുന്നത്. വോളിയം കൂടുമ്പോൾ നമ്മുടെ വയറിന്റെ ഭിത്തികൾ വലിയാൻ തുടങ്ങും. അത് തലച്ചോറിന് ഒരു മെസ്സേജ് എത്തിക്കും, വയറ് നിറഞ്ഞിട്ടുണ്ട്, മതിയാക്കുക എന്നുള്ളത്. അതായത് കുറഞ്ഞ കലോറിയിൽ കൂടുതൽ വോളിയം കിട്ടുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശക്കില്ല. അതാണ് വിശപ്പില്ലാത്ത ഡയറ്റ്. ഫൈബർ നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ജോലികൾ ചെയ്യും. ഒന്നാമത്തത് വയറ് നിറക്കും, രണ്ടാമത്തത് വയറിലെ ബാക്ടീരിയകളെ വളർത്തുന്നു, അത് ബ്യൂട്ടിറേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അതുവഴി GLP-1 ഉൽപ്പാദിപ്പിക്കുന്നു. GLP-1 ഉൽപ്പാദിക്കുമ്പോൾ വീണ്ടും വിശപ്പ് കുറയുന്നു. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് ഫ്രീ ആയിട്ട് ഒസംബിക് മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചു തരും, സൗജന്യമായിട്ട്. എന്നാലും കുറഞ്ഞ അളവിലാണ് കേട്ടോ. എന്നാൽ എത്ര ഫൈബർ നമ്മൾ കഴിക്കണം ഒരു ദിവസം? ഒരു 25 തൊട്ടിട്ട് 30 ഗ്രാം ഫൈബർ നമ്മൾ ഡെയിലി എടുക്കണം. എന്നാൽ ശരാശരി ഇന്ത്യക്കാരിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 15 ഗ്രാം ഫൈബറാണ്. നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1 ചീര, മുരിങ്ങയില, കാബേജ്, വാഴക്കായ, ചേന, കാച്ചിൽ, പയറ്, ചെറുപയറ്, കടല, ഓട്സ്, പേരക്ക, ആപ്പിള് ആ തൊലിയോട് കൂടിയിട്ട് കഴിക്കുക. ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു നിയമമുണ്ട്, സാലഡ് ഫസ്റ്റ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു പ്ലേറ്റ് സാലഡ് കഴിക്കുക, അതിനുശേഷം ചോറ് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 20 മുതൽ 30% ചോറ് കുറച്ച് കഴിക്കാൻ തുടങ്ങും, അതും നിങ്ങൾ അറിയാതെ. ഒരു മുന്നറിയിപ്പുണ്ട് കേട്ടോ, ഞാൻ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബർ ഒറ്റയടിക്കാണ്ട് പെട്ടെന്ന് കൂട്ടരുത്, വയറ് വീർക്കും, ഗ്യാസ് വരും. ആഴ്ചയിൽ 5 ഗ്രാം വീതം കൂട്ടി കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതും ധാരാളം കൂട്ടണം. ഇവിടെ ഡോക്ടർ അങ്കിളുടെ ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വിശപ്പ് സഹിച്ച് വണ്ണം കുറക്കുന്ന ഡയറ്റ് നിങ്ങളെ 3 ആഴ്ചയിൽ നിർത്തിക്കും. വയറ് നിറച്ച് വണ്ണം കുറക്കുന്ന രീതി നിങ്ങളെ ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഭക്ഷണത്തിൽ ഫൈബറിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നാളെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഡേ 1 സംസാരിച്ചത്, നമ്മൾ വെയിറ്റ് ലോസ് സീരീസിന്റെ ഡേ 1 നമ്മൾ സംസാരിച്ചത് കലോറി കണക്ക് നുണയാണെന്ന് പറഞ്ഞു. നാളെ ഞാൻ പറയും കലോറി കണക്ക് വേണമെന്ന്. ഞാൻ എന്തെങ്ങനെ കള്ളം പറയാണോ? ഇല്ല, ഞാൻ നാളെ പറഞ്ഞുതരാം എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ, സി യു.